ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ RJ ഡയറീസ്. ഇന്നൊരു വ്ലോഗാണ്. ഞാനും എൻ്റെ ഫാമിലിയുടെ കൂടെ കൊച്ചിക്ക് പോയൊരു വ്ലോഗ്. കൊച്ചി പോയപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളാണ് ഫോറം മോൾ, പിന്നെ ഒരു മിനി ക്രൂയിസ് ഷിപ്പിൽ ഞങ്ങൾ കയറി അവിടെയും പോയി. സോ ഫസ്റ്റ് ഞങ്ങൾ ഫോറം മോളിൽ പോയ കഥകൾ പറയാം. അത് കഴിയുമ്പോൾ നമുക്ക് ക്രൂയിസ് ഷിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. സോ ഫോറം മോളിൽ പോയപ്പോൾ ആദ്യം ഞങ്ങൾ കിഡ്സ് ഏരിയയിലേക്കാണ് പോയത്. എൻ്റെ മൂത്ത കൊച്ചിൻ്റെ സ്കൂൾ വെക്കേഷൻ ടൈമാണ്. സോ അവൻ ഭയങ്കര ബോറടിച്ചിരിക്കുക. അപ്പോൾ എവിടേക്കെങ്കിലും കൊണ്ടുപോകാവോ, എന്തെങ്കിലും ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ ഫോറം മോളിലേക്ക് പോകാമെന്ന്. ഫോറം മോളിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോയത്. ഞങ്ങൾ കിഡ്സ് സെക്ഷനിലെ ഈ ഗെയിം സെക്ഷനിലേക്ക് പോയപ്പോൾ ആകെ അന്തം വിട്ടിരിക്കുമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സോ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ ചുമ്മാ ഫുഡ് കോർട്ടിലേക്ക് പോയി. വിശക്കുമായിരുന്നു. സോ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് അടിയാണല്ലോ മെയിൻ. എനിക്കും ഹസ്ബൻഡിനും പിന്നെ പിള്ളേർക്കും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കോർട്ടിലും കുറച്ചൊന്ന് കറങ്ങി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്നൊക്കെ നോക്കി അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങളൊരു സ്ഥലത്തിരുന്ന് ആകെ ഒരു ഇച്ചിരി അലമ്പും ബഹളമൊക്കെ ആയിട്ട്, പിള്ളേരൊക്കെ അല്ലേ, അപ്പോൾ ആകെ ഇച്ചിരി അലമ്പും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഫോറം മോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കാനും ഒക്കെ തുടങ്ങി. പിന്നതേ കുറേ കടകൾ കണ്ടു. കടകളിൽ നിന്നൊന്നും ഒന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കണ്ടുപോയി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പിൽ പോകണം. ക്രൂയിസ് ഷിപ്പിൽ ഞങ്ങൾ എത്താൻ പറഞ്ഞ സ്ഥലം മറൈൻ ഡ്രൈവാണ്. മറൈൻ ഡ്രൈവിലാണ് ഞങ്ങളുടെ ക്രൂയിസ് ഷിപ്പ്. ക്രൂയിസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് വലിയ ക്രൂയിസ് ഷിപ്പ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതൊരു ചെറിയൊരു ക്രൂയിസ് ഷിപ്പാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്നത് MG റോഡ് വഴിയാണ്. MG റോഡിലെ കാഴ്ചകൾ വേറൊന്നു തന്നെയാണ്. കുറേ വെറൈറ്റി കടകൾ, എല്ലാം നല്ല എക്സ്പെൻസീവ് കടകളാണ്. ഷോപ്പിംഗ് മോൾസ്, പിന്നെ കുറേ ടൈപ്പ് നമ്മുടെ ബുട്ടീക്സ്, പിന്നെ ഓരോരോ കാഴ്ചകൾ. അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളത് മറൈൻ ഡ്രൈവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാജാസ് കോളേജ്, സുഭാഷ് ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനത്തെ എല്ലാ കാഴ്ചകളും സൈഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാർക്കിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ ഞങ്ങളുടെ ബോറടിച്ചിരിക്കുന്ന കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം പാർക്കിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു പാർക്കിൽ പോകണോ അതോ കുഞ്ഞിക്കപ്പിൽ കയറണോന്ന്. അപ്പോൾ കൊച്ചു പറഞ്ഞു എന്നാൽ കുഞ്ഞിക്കപ്പിൽ കയറാം, നമുക്ക് പാർക്ക് പിന്നെ മതി. അങ്ങനെ അവസാനം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. വഴി വെച്ച് പിള്ളേർ ഞങ്ങളോട് ഓരോരോ ഡൗട്ട് ചോദിക്കുക. കപ്പൽ എങ്ങനെയാ, കപ്പൽ വലിയ കപ്പലാണോ, കപ്പൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇതാണ് സുഭാഷ് പാർക്കിൽ ഓരോ റൈഡ്സും ഇങ്ങനെ കൊതിയോടെ നോക്കിയിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ എന്തായാലും പാർക്കിൽ പോകണില്ല, ഞങ്ങൾ ഇന്ന് ക്രൂസ് ഷിപ്പിലേക്കാണ് പോണത്. അപ്പോൾ ക്രൂസ് ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. 4:30 ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ടൈം, അവിടെ എത്തേണ്ട സമയം അതാണ് ചെക്ക് ഇൻ ടൈം. 5 o'clock ഷിപ്പ് ഇറങ്ങും. ഒരു 4 hour ട്രിപ്പായിരിക്കും. സോ ഞങ്ങൾക്ക് അതിന് മുമ്പ് അവിടെ എത്തണം. സോ ബാക്കി വേറെ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. പാർക്കിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് കണ്ടുപോയി, സമയമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രൂസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനി ക്രൂസ് ഷിപ്പാണ്. ഇതിൻ്റെ ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറയുന്ന ഒരു ക്രൂസ് ഷിപ്പാണ്, മിനി ക്രൂസ് ഷിപ്പാണ്. ഒരു 4 hour ട്രിപ്പാണ്. ഞങ്ങൾ ഡിന്നർ സ്ലോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 4 hour ട്രിപ്പിൽ ഓരോരോ കടൽ കാഴ്ചകൾ കാണാം. മിനി ക്രൂയിസ് ഷിപ്പിൻ്റെയും കടലിൻ്റെയും വിശേഷങ്ങളെല്ലാം നമ്മൾക്ക് അവിടെ എത്തിയിട്ട് പറയാം.
അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മൾ സുഭാഷ് ബോസ് പാർക്കിൻ്റെ എൻട്രൻസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒരു ദിവസം ഇവിടെ എന്തായാലും വരണം. സുഭാഷ് ബോസ് പാർക്ക് ശരിക്കും പിള്ളേരെ നല്ലപോലെ എൻഗേജ് ചെയ്യുന്ന ഒരു പാർക്കാണ്. ഒത്തിരി റൈഡ്സും പിള്ളേർക്ക് വളരെ ഹാപ്പി ആയിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ടൈമിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇച്ചിരി കുറവാണ് ഇത്തവണ. എന്തായാലും കുഴപ്പമില്ല, ചൂടും വെയിലൊക്കെയല്ലേ. അപ്പോൾ ഇൻഡോർ ആയിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിള്ളേർക്ക് കളറിങ്, പെയിൻറ്റിങ്, പിന്നെ റീസെൻ്റ്ലി ഞാൻ ക്ലേ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ക്ലേ വെച്ച് എങ്ങനെയൊക്കെ ഓരോരോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ കണ്ടല്ലോ, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന മിനി കപ്പൽ, ക്ലാസിക് ഇമ്പീരിയൽ. ഇവിടെയാണ്, മറൈൻ ഡ്രൈവിലാണ്. വേറെ കുഞ്ഞു കുഞ്ഞു കപ്പലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചെക്കിംഗ് ടൈം എത്തിയിരിക്കുകയാണ്. ഇതാണ് ക്ലാസിക് ഇമ്പീരിയലിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്. ഞങ്ങളുടെ കളർഫുൾ ക്ലാസിക് ഇമ്പീരിയൽ കപ്പൽ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു പ്രീ ബുക്കിംഗ് സ്കീമാണ്. പ്രീ ബുക്കിംഗ് ചെയ്യണം. പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും, പിന്നെ ഏതൊക്കെ ടൈംസ് ഓഫ് ദി ഡേ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണോ, ലഞ്ച് ടൈമാണോ, ഡിന്നർ ടൈമാണോ, ഏതാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് ബ്രോഷർ പോലെ കിട്ടി. ഞങ്ങൾ ചൂസ് ചെയ്തത് ഡിന്നർ ടൈമാണ്. അപ്പോൾ ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പാണെങ്കിൽ 4 hour ട്രിപ്പാണ്. ഡിന്നറോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ 5 to 9 ആകുമ്പോൾ തിരിച്ചു വരും. സോ ഞങ്ങൾ അതുവരെ ഒരു 4:15 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. 4:15 to 4:30 ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ പോസ്റ്റേഴ്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസിക് ഇമ്പീരിയലിൽ എപ്പോഴെങ്കിലും കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക, പ്രീ ബുക്കിംഗ് ചെയ്യുക. നിയോ ക്ലാസിക് ക്രൂയിസ് ആൻഡ് ടൂർസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതാണ് ഇവരുടെ ഒരു ഏജൻസി പേരെന്ന് തോന്നുന്നു. ഇവിടെയാണ് പ്രീ ബുക്കിംഗ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ ക്ലാസിക് ഇമ്പീരിയൽ എന്ന് പറയുന്ന ഒരു മിനി കപ്പലിലാണ്, ക്രൂയിസ് ഷിപ്പിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ എൻട്രി ചെയ്യുന്ന ഇത് സ്ഥലമൊക്കെ. ഇതൊരു ക്ലിയർ വീഡിയോ ആണ്, അതായത് ആൾക്കാരും ഇല്ലാത്തൊരു ക്ലിയർ വീഡിയോ. ഇത് ഇവർ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നതാണ്, ടു ഷോ ഹൗ ഇറ്റ് ലുക്സ്. അപ്പം ഞങ്ങളതേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ടൈമിൽ കിട്ടിയ ടിക്കറ്റ്സാണിത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 3 പിള്ളേരും. അഡൾട്ട്സിന് 2500 rupees, ചിൽഡ്രന് പെർ ഹെഡ് 1000 rupees. അതാണ് റേറ്റ്. ഞങ്ങളതേ കയറാൻ പോവാണ്. കുറച്ചധികം എക്സൈറ്റഡ് ആണ്. കപ്പൽ യാത്ര, ഞാനും പിള്ളേരും ഇതുവരെ കപ്പൽ യാത്ര നടത്തിയിട്ടില്ല. അപ്പോൾ വലിയൊരു കപ്പൽ അല്ലെങ്കിലും ഒരു കുഞ്ഞു കപ്പലാണെങ്കിലും ഒരു മിനി ക്രൂയിസ് ഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. നല്ല കളർഫുള്ളാണ്. ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും എല്ലാം കണ്ടോ, നല്ല കളർഫുൾ സ്പേസ് ആണ്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് സ്പേസ് എന്ന് പറയുന്നത് സൺസെറ്റ് കാണാനുള്ള സ്പേസ് എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് കയറി ഞങ്ങൾ ഇതിൻ്റെ മേളത്തെ ഏരിയയിലോട്ടാണ് പോണത്. ഈ കാണുന്ന ഡോറ് സെയിലറിൻ്റെ ഡോറാണ്. മെയിൻ സെയിലർ ഷിപ്പിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. ഇതാണ് ഞങ്ങൾ കയറുന്ന ഫസ്റ്റ് ഓഡിറ്റോറിയം. ഓക്കെ, ഇത് ടോപ്പ് ഫ്ലോറിലുള്ള ഓഡിറ്റോറിയം ആണ്. ഇതല്ലാതെ ബോട്ടം ഫ്ലോറിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് നൈറ്റിലാണ് അവിടെ കയറ്റുന്നത്. അപ്പം മേളത്തെ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ബാക്കിലായിട്ടാണ് ടീയും സ്നാക്സും ഒക്കെ ആദ്യമേ തന്നെ സെർവ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഫ്രണ്ടിൽ ഇവിടെ കുറച്ച് മ്യൂസിക്കൽ പെർഫോമൻസസ് നടത്താൻ പോവാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഒരു ബാൻഡ് റെഡി ആവുന്നൊക്കെ കണ്ടായിരുന്നു. പിന്നത്തെ സൈഡിൽ ഇഷ്ടം പോലെ കടലും കുറേ വേറെ കുഞ്ഞു കുഞ്ഞു കപ്പലുകളും ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞങ്ങളുടെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മിനി ക്രൂയിസ് ഷിപ്പ്, കപ്പൽ എന്ന് പറയുന്നില്ല, മിനി ക്രൂയിസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ആങ്കർ ഉണ്ടായിരുന്നു. ആങ്കർ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടിരുന്നു. സോ
സോ ഞങ്ങളും ഞങ്ങളുടെ സീറ്റിൽ ഇരുന്ന് ഞങ്ങൾ സൈഡിൽ ഓരോരോ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഓയിൽ റിഫൈനറി സ്ഥലമാണ് കാണിച്ചത്. അവിടെ ദൂരെ ഒരു കപ്പൽ കാണുന്നുണ്ടോ? ഓരോരോ കപ്പലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആങ്കർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അന്ന് യാത്ര ചെയ്ത സമയത്തെല്ലാം കേട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാനതൊന്നും നോട്ട് ഡൗൺ ചെയ്തില്ല, അതുകൊണ്ട് വലിയ ഓർമ്മയൊന്നുമില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ക്രൂയിസ് ഷിപ്പിൽ കയറുക ആൻഡ് സീ ഫോർ യുവർ സെൽഫ് എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്ന്. ഓക്കെ, എന്തായാലും പിള്ളേർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ്. അപ്പോൾ അതേ നമ്മുടെ മ്യൂസിക് ബാൻഡ് അവർ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷനാണിപ്പോൾ. ഞങ്ങളെയൊക്കെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ഉണർത്തി ഞങ്ങളെല്ലാവരും ഒന്ന് ഉഷാറാക്കുന്നൊരു സെഷനാണിപ്പോൾ. സൈഡിൽ കൂടെ അവിടെ ഇവിടെയും കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പലുകളൊക്കെ കാണാം. കടലിലുള്ള വലിയ വലിയ കപ്പലുകളുടെ ഒക്കെ പേരുകളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന കപ്പലുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഓർമ്മ വെച്ച് ഉള്ളത് ഞാൻ പറയാം, ഇല്ലെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇതൊരു ഗുഡ്സ് ഷിപ്പെന്ന് പറയാൻ പറ്റുമോ? ബോട്ടും പറയാൻ പറ്റില്ല അല്ലേ? എന്തായാലും കുറേ കണ്ടെയ്നേഴ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞിക്കപ്പൽ. പിന്നെ അതേ അവിടെയും ഇവിടെയൊക്കെ പല പല ടൈപ്പിലുള്ള ബോട്ടുകളും ഷിപ്സും ഒക്കെ കാണാൻ പറ്റും. ഷിപ്സ് എന്ന് പറഞ്ഞാൽ വലിയ ഷിപ്പെന്ന് ആണ് എൻ്റെ ഒരു നോളജ്. വലിയ ഷിപ്പ്, അങ്ങനത്തെ വലിയ വലിയ ഷിപ്പൊന്നും കണ്ടില്ല. ഇതുപോലെ ഓരോരോ പർപ്പസിനുള്ള ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കപ്പലുകളൊക്കെ കണ്ടായിരുന്നു. പ്ലസ് പാസഞ്ചർ ബോട്ട്സ്, പാസഞ്ചർ ക്രൂയിസ് ഷിപ്സ് വേറെയും ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. എല്ലാം എൻ്റെ ക്യാമറയിൽ ഒപ്പാൻ പറ്റുന്ന അത്രയും ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോൾഫിൻസിനെയൊക്കെ സ്പോൺ ചെയ്യാൻ പറ്റും. നിങ്ങളെ കൃത്യസമയത്ത് കണ്ടോ? ഇവിടെ കണ്ടു, ഡോൾഫിനെ കണ്ടിരുന്നു. അപ്പോൾ ആഘോഷമാക്കാൻ വേണ്ടി സുമേഷ് കുട്ടിക്ക് പാട്ടുകളൊക്കെ നിങ്ങൾ Lord Billington. Now we are coming to the other two destinations. Onto my left. ഇപ്പോൾ കാണുന്നത് വല്ലാർപാടം ബണ്ടാണ്. Crore ആണ് Indian coastal construction and ഈ ഇതേ ഒരു വാട്ടർ മെട്രോ. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ ഒരു തവണ കയറിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ അതാണ് വാട്ടർ മെട്രോ ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാർപാടും ബണ്ട്. ഇതാണ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ്. വലിയ ടെക്നോളജിയാണ്, കാണാൻ നല്ല രസമുണ്ട്. സോ നിങ്ങളും കണ്ടോളൂ. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ അവരെ തന്നെ we are welcoming them with a round of applause. Let's welcome the team. ഇവിടെ സൺസെറ്റ് ആവാറായി. ബോട്ടിൽ നിന്നുള്ള സൺസെറ്റ് വ്യൂ വളരെ നല്ലതാണ് എന്ന് ആങ്കർ ഞങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് ഞാനൊരു വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് എൻ്റെ ക്യാമറ കൊണ്ട് ഒപ്പാൻ പറ്റുന്ന അത്രയും സൺസെറ്റ് ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തിരുന്ന് അവിടുത്തെ സീറ്റുകളിൽ ഇരുന്നുകൊണ്ടാണ് ഈ സൺസെറ്റ് കാണുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പുറത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഏരിയ ഉണ്ട് ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ. അവിടെ ഇരുന്നുകൊണ്ട് സൺസെറ്റ് ശരിക്കും കാണാം. കടൽക്കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു സൺസെറ്റ് വ്യൂവിൽ ഫോട്ടോ ഒക്കെ എടുക്കാം എന്നാണ് ഞങ്ങളെ ഷിപ്പിലുള്ളവർ അറിയിച്ചത്. അപ്പം ഞങ്ങളതിന് ആ ഒരു മൊമെൻറ്റിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സൺസെറ്റ് അതിൻ്റെ ശരിക്കുള്ള സൺസെറ്റ് എത്തുന്ന അത്രയും സമയം ഡാർക്ക് ആവും തോറും സണ്ണ് താഴോട്ട് പോകും തോറും ബ്യൂട്ടി കൂടി 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 വരിക. അപ്പോൾ അവിടെ ഇവിടെയും ഓരോരോ കുഞ്ഞു കുഞ്ഞു കപ്പലുകളൊക്കെ കാണാം. ഓരോരോ പർപ്പസിനുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു കപ്പലുകളാണ്. ചെറിയ ചെറിയ ബോട്ടുകളും കാണാം. പിന്നെ ആരൊക്കെയോ അവിടെ ഇവിടെയൊക്കെ 1-2 ഡോൾഫിനുകൾ പൊങ്ങി വരുന്നതും ഒക്കെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കണ്ടില്ല, മിസ്ഡ് ഇറ്റ്. ഇത് വേറൊരു ക്രൂസ് ഷിപ്പാണ്, നെഫ്രറ്റി. അങ്ങനെ ഞങ്ങളിത് സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മിനി ക്രൂസ് ഷിപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. സൺസെറ്റ് അതിൻ്റെ ബ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പാസഞ്ചേഴ്സും എല്ലാവരും ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഓരോരോ ഫാമിലി ടേൺ അനുസരിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ കൂടെ ദേ കടൽക്കാറ്റ്. ഞാൻ പറയാൻ മറന്നുപോയല്ലോ, ഇതാണ് അറേബ്യൻ സീ. ചുറ്റും കടൽ, അവിടെ ഇവിടെയും വേറെ വേറെ കടൽ ഷിപ്പുകളൊക്കെ കാണാം. നല്ലൊരു വ്യൂ ആണ്. സൺസെറ്റും കടൽക്കാറ്റും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഏരിയയുടെ ഒരു ഭംഗി ഞങ്ങൾ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. കയറി വന്നപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു പോയത്. വെരി കളർഫുൾ. ദേ മേളിൽ അമ്പിളി അമ്മാവൻ, ഹാഫ് മൂൺ, സൺസെറ്റ്, കടൽക്കാറ്റ് ഇൻ ദ മിഡിൽ ഓഫ് അറേബ്യൻ സീ. വാട്ട് എ വ്യൂ. അങ്ങനെ സൺസെറ്റിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളതേ സണ്ണെല്ലാം സെറ്റായി, രാത്രിയായി. അപ്പം ഞങ്ങളോട് താഴത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ കുറച്ച് കൾച്ചറൽ പരിപാടികളുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്, അത് ഞങ്ങളതേ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് DJ പെർഫോമൻസസ് ആണെന്ന് പറഞ്ഞു, DJ പാർട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഡിന്നർ. നിങ്ങൾ മാത്രം ഒരു റൗണ്ടിലേക്ക് ഒന്ന് നിന്നെ, ഇവിടെ എന്ന റൗണ്ടിലേക്ക് വന്നേ, പെട്ടെന്ന് പോലെ. അല്ലല്ല, നിങ്ങൾ വേറെ റൗണ്ട്, അവിടെ വേറെ റൗണ്ട്. ഈ സൈഡ് ഇനി DJ പാർട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഡിസ്കോ ലൈറ്റ്സും നമ്മുടെ മെയിൻ DJ പുറകിലുണ്ട്. DJയും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പാസഞ്ചേഴ്സിനോടും അവരുടെ സീറ്റുകളിൽ നിന്ന് എണീറ്റ് DJ പാർട്ടിയിൽ, ഇതാണ് നമ്മുടെ DJ പാർട്ടിക്ക് വേണ്ടിയിട്ട് റെഡി ആവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എണീറ്റ് DJ ഫ്ലോറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മ്യൂസിക്കിന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയൊരു അടിപൊളി DJ ഡാൻസ് പാർട്ടിക്ക് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ഡിം ലൈറ്റൊക്കെ വെച്ച്, സൈഡിൽ കടൽ വ്യൂ ഒക്കെ ഉള്ള ഒരു സ്പേസ്. അവിടെ ഞങ്ങൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരെ എല്ലാം ഒരു സൈഡിലിരുത്തിയിട്ട് ഞങ്ങൾ ബുഫയാണ്, ഡിന്നർ ബുഫേ, അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളിത് വീണ്ടും ഞങ്ങളുടെ ടോപ്പ് ഫ്ലോറിലുള്ള മെയിൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു വൈൻഡിങ് സോങ് ആണ്. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ്സ് ഓൺ ആക്കി ഒരു മ്യൂസിക് പെർഫോമൻസ് ആണിത്. അങ്ങനെ ഞങ്ങളുടെ 4 hour മിനി ക്രൂയിസ് ട്രിപ്പ് തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അതേ സമയം 9:30. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ രാത്രി കാഴ്ചകൾ, പല പല കളറിലുള്ള
ലൈറ്റുകളും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.